ഭജനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥപിതാവേ, യേശുവേ, അവിടെ നിന്നാണല്ലോ വചനം. അവിടെ നിന്ന് തന്നെ കർത്താവേ ശിഷ്യന്മാർക്ക് ആ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നതുപോലെ കർത്താവേ, ഞങ്ങളുടെ ആത്മാവിലൊരു വെളിപ്പാടായിട്ട് അവിടുത്തെ വചനം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേവലം ഒരു അറിവായിട്ട് അത് കർത്താവെ ജീവിച്ച് കൂടുതൽ അറിവായിട്ടായി പോകാതെ, ഞങ്ങളെ ചീർപ്പിക്കുന്ന ഒരു അറിവായിട്ടായി പോകാതെ കർത്താവെ, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന, ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഞങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി അധികമായിട്ട് കർത്താവെ പൂർണ്ണഹൃദയത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ വെല്ലുവിളിക്കുന്ന കർത്താവെ, അവിടുത്തെ അസ്വരത്തെ ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തന്നെ കർത്താവെ ജീവൻ്റെ അപ്പമായിട്ട് അങ്ങയെ തന്നെ വെളിപ്പെടുത്തി തന്നാട്ടെ. അവിടുത്തെ സ്നേഹത്തെ വെളിപ്പെടുത്തി തന്നാട്ടെ. ആ സ്നേഹത്താലെ കർത്താവെ പിടിക്കപ്പെട്ടവരായിട്ട് കർത്താവെ ഞങ്ങൾ എല്ലാം കർത്താവെ അങ്ങയ്ക്കായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്നവരായിട്ട് ആയിത്തീരുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറേ അവിടുന്ന് വളരുന്ന എല്ലാ യേശു കർത്താവിൻ്റെ പേരിൽ മാതൃകയുള്ള നാമത്തിൽ തന്നെ ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് അതിൻ്റെ 8-ാമത്തെ വാക്യം. റോമർ 5-ന്റെ 8-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഒരു ഡെമോ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങിച്ചൊരു വാഷിംഗ് മെഷീനോ എന്തെങ്കിലും പുതിയൊരു സംഭവം, ഇപ്പോൾ സ്പീക്കറോ ആംപ്ലിഫയറോ കാറൊക്കെ ആണെങ്കിൽ ഒരു ഡെമോ, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന ഒരു ഡെമോ കാണിക്കുമെന്ന് പറയും, ഡെമോൺസ്ട്രേഷൻ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷനെ കുറിച്ചാണ് ഇവിടെ റോമർ 5-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ആ വാക്ക് എന്താ, ഡെമോൺസ്ട്രേറ്റ്സ് എന്നുള്ള അങ്ങനെ ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഗോഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഓൺ ലവ്, തൻ്റെ സ്വന്തം സ്നേഹം, ഹിസ് ഓൺ ലവ് ടുവേർഡ്സ് us in that while we were sinners Christ died for us. നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ച ആ യേശുവിൻ്റെ സ്നേഹം, ഇത് വളരെ പ്രാഥമികമായിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ആ ഒരു അടിസ്ഥാനം, നമ്മളുടെ ആ റൂട്ട് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലെ ആ റൂട്ട് യഥാർത്ഥത്തിൽ ആ വേര് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പുതുതായിട്ടുള്ള സഹോദരങ്ങളും ഒക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിൻ്റെ ഒരു മാധുര്യത്തെ കുറിക്കുന്ന ഒരു വാക്യമാണ് അത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, അത് നമ്മളുടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ഒരു വെളിപ്പാടുണ്ടായിട്ടുണ്ടോ? യേശു കർത്താവിന് എന്നോടുള്ളൊരു സ്നേഹം, അതാ ദൈവപിതാവിന് എന്നോടുള്ള സ്നേഹം. പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിൻ്റെ പിതാവിൻ്റെ പുത്രൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരുന്ന ആ പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിൻ്റെ ആ സ്നേഹം ഞാൻ എത്രമാത്രം ഗ്രഹിച്ചിട്ടുണ്ടോ അത്രമാത്രമാണ് ഞാൻ ഒരു പക്വതയുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഒരു ക്രിസ്ത്യ ശിഷ്യനായിട്ട് എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരുപാട് ഉപദേശങ്ങളോ ഒരുപാട് കാര്യങ്ങളോ എല്ലാം ശരിയാണ്. നമുക്ക് വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉപദേശത്തിനായിട്ടും എല്ലാം ആണെന്ന് നമുക്കറിയാം. അപ്പം ഉപദേശങ്ങളും ഡോക്ടറിൻസും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും വചനത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ റൂട്ട് അല്ലെങ്കിൽ വേര് അല്ലെങ്കിൽ അടിസ്ഥാനം, ഇപ്പോൾ ഒരു മരത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മരത്തിനൊരു റൂട്ടുണ്ട് അല്ലേ, ഒരു വേരുണ്ട്. ഒരു കെട്ടിടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കെട്ടിടത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ശരിയായാൽ മുകളിലോട്ട്, ആ അടിസ്ഥാനം കറക്റ്റായിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ മുകളിലോട്ട് പണിയുമ്പോൾ ചില ക്രാക്കും കാര്യങ്ങളുമൊക്കെ വരും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മൾ
ആ കർത്താവിന് നമ്മളോടുള്ള ആ വ്യക്തിപരമായ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ഗ്രിപ്ഡായിട്ടുണ്ട്. ഈ ലോകത്ത് ഒരു പാപി ഇല്ലായിരുന്നിരിക്കട്ടെ, ഇപ്പം ഞാൻ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവിടെ ആ സ്ഥാനത്ത് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ഈ ലോകത്ത് വേറെ ഒരു പാപി ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ പാപിയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിരിക്കട്ടെ, ബാക്കി എല്ലാവരും ഒരു പാപം ചെയ്തിട്ടില്ലാത്ത വിശുദ്ധന്മാരാന്നിരിക്കട്ടെ. എങ്കിൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് വന്ന് കാൽവരി കുരിശിൽ വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയത്തും വണ്ണം അവർ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കർത്താവ് ലോകത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, ശരിയാണ്. നമ്മൾ ഒത്തിരി പേര് നമ്മളുടെ കൂടെയുള്ളവരൊക്കെ വിശ്വസിക്കുന്നു, നമ്മുടെ പപ്പയും അമ്മയും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ അങ്ങ് ഉള്ളതാണോ, അതോ യഥാർത്ഥത്തിൽ ദൈവപിതാവിന് യേശുവിന് എന്നോടുള്ള ഒരു സ്നേഹം, അതിൻ്റെ ആ ഒരു പ്രദർശനം, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എത്രയധികം അറിയുന്നു അത്രയധികം നമ്മളുടെ ജീവിതം ഭദ്രമായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഒരു സ്വസ്ഥതയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുക, ആ ഒരു ആശ്വാസം, സ്വസ്ഥത. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ ഇടയ്ക്കുള്ളവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാമെന്നൊക്കെ പറയുന്നത്. ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭദ്രത എപ്പോഴും വരുന്നത് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരെ വളരെ സെക്യൂർ ആയിരിക്കുമ്പോഴാണ്. ഇന്ന് പലപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കൗൺസിലിങ്ങിന് ഓൺലൈൻ കൺസൾട്ടേഷനുള്ള ഒരു സഹോദരി, ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു സഹോദരി. അപ്പം അങ്ങനെ ഡോക്ടർ, എനിക്ക് ഇങ്ങനെ പല കാര്യങ്ങളിലും വളരെ ടെൻഷൻ, എനിക്ക് പലരോടും എനിക്ക് ഭയങ്കര അസൂയയാണ്, എനിക്ക് എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ അത് കിട്ടുമ്പോൾ എനിക്ക് ചില പുള്ളിക്കാർക്ക് വളരെ ഓണസ്റ്റ് ആയതുകൊണ്ട് ആ കാര്യമൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സാധാരണ ആരും അങ്ങനെ പച്ചക്കങ്ങ് പറയത്തില്ലല്ലോ. ചില എൻ്റെ കൂട്ടുകാരികൾക്ക് നല്ലൊരു കല്യാണം നടക്കുമ്പോൾ എനിക്ക് അസൂയ, അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര അസ്വസ്ഥത, അല്ലെങ്കിൽ എനിക്ക് ശരിയാണ് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നന്നായിട്ടൊക്കെ പോകുന്നു. പക്ഷെ നമുക്ക് നമ്മളുടെ കുറിച്ച് തന്നെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗതയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു അതൃപ്തിയോ, എനിക്കെന്താ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു അതൃപ്തിയും പരാതിയും അസൂയയും, അല്ലെങ്കിൽ കണ്ണുകടി എന്ന് നമ്മൾ പറയില്ലേ, അസൂയ എന്ന് പറയുന്നതിന് വരെ കണ്ണുകടി എന്ന് പറയും. അപ്പം അതുപോലെയൊക്കെയുള്ള പല അസ്വസ്ഥതകളും പല പ്രയാസങ്ങളും ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ റൂട്ടഡായിട്ടില്ല, കറക്റ്റായിട്ടങ്ങ് റൂട്ടങ്ങ് നന്നായിട്ടങ്ങ് വേരിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് വേരൂന്നേണ്ടതെന്നാണ് നമ്മൾ ആ വാക്യം ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. എഫേസർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും ഇടയ്ക്ക് പറയുന്ന വാക്യങ്ങളാണ്. പുതുതായിട്ട് വന്ന സൗകര്യങ്ങളും ഉണ്ടല്ലോ. എഫേസർ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, എഫേസ് 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. സ്നേഹത്തിൽ നമ്മളുടെ വേര്, നമ്മളുടെ അടിസ്ഥാനം. ഒരു കെട്ടിടത്തിനോട് ഉപമിച്ച് പറയുമ്പോൾ നമ്മളുടെ അടിസ്ഥാനം, നമ്മളുടെ ഒരു മരത്തോട് ഉപമിച്ച് പറയുമ്പോൾ നമ്മളുടെ വേര്, നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുണ്ടോ? കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഗ്രിപ്ഡായിട്ടുണ്ടോ എന്ന് വെച്ചാൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നൊക്കെ 2 കൊരിന്ത്യർ 5:14 പൗലോസ് പറയുന്നത് പോലെ ആ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുവിന് എന്നോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ വേറെ ആരും ഈ ഭൂമിയിൽ പാപിയായിട്ടില്ലായിരുന്നെങ്കിൽ പോലും, ഞാൻ മാത്രമേ ഈ ഭൂമിയിൽ പാപിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും എന്നെ വീണ്ടെടുക്കാനായിട്ട് വന്ന ഒരു കർത്താവിൻ്റെ സ്നേഹം, അത് ആ സ്നേഹത്തിലാണ് നമ്മൾ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട്. അപ്പം
ആ സ്നേഹത്തിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ച് ആ സ്നേഹം നമ്മൾ എത്ര ആഴത്തിൽ അറിയുന്നു അത്ര അധികം അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അതിന് ആനുപാതികമായിട്ടാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ ഉള്ളൂ. അതായത് എന്താ പറയുക, കെട്ടിടത്തിന് അടിസ്ഥാനം എത്ര അധികം ആഴത്തിൽ പോകുന്നു അതിനനുസരിച്ച് ആ മുകളിലോട്ടുള്ള പണി നല്ല സ്ട്രോങ് ആയിട്ട് നടക്കത്തുള്ളൂ. വേര് എത്ര അധികം ആഴത്തിലുണ്ടോ, ഇപ്പം വേര് ഇപ്പം നമ്മൾ ഈ കാറ്റും മഴയൊക്കെ പെയ്യുമ്പം ഒത്തിരി വർഷങ്ങളായിട്ട് നല്ല വേരുണ്ടായിരുന്ന മരങ്ങൾ പോലും ചിലപ്പോൾ ആ മരങ്ങളുടെ വേരങ്ങ് അട്ടുപോകും കുറച്ച് കഴിയുമ്പോൾ, അല്ലേ? അപ്പം നമ്മളൊരിക്കലും ഒത്തിരി വർഷങ്ങളായിട്ട് ഒക്കെ നമ്മൾ വിശ്വാസികളായിരിക്കെ തന്നെ ചിലപ്പം നമ്മളുടെ ഈ വേരിനൊരു അഴുകല്, ഒരു അട്ടുപോകൽ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കുലുങ്ങുകയും നമ്മളെ ഷേക്കൺ ആവുകയൊക്കെ ചെയ്യുമ്പം പല കാര്യങ്ങളും നമ്മൾ അസ്വസ്ഥരാകുന്നു. നമുക്ക് ആകുല ചിന്തകളും ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും നീരസവും പരാതിയും പിറുപിറുപ്പും ഈ അസൂയയും അതുപോലൊക്കെയുള്ള പല അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൽ ഞാൻ വേണ്ടത്ര ഒരു ഭദ്രത എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. നമ്മൾ റോമർ 5:8 എന്താ നമ്മൾ വായിച്ചേ? ക്രിസ്തു പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. നമ്മൾ നീതിമാന്മാരായിട്ട് നമ്മൾ ഏറ്റവും വിശുദ്ധരായിട്ട് ജീവിച്ച് കാണിച്ചപ്പം ഇനിയിപ്പം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു സ്നേഹമല്ല. പാപികളായിരുന്നപ്പോൾ നമ്മൾ ബൈ വി വേർ സ്റ്റിൽ സിന്നേഴ്സ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അവിടെ പരിഹാരത്ത് അവിടെ MBBS പഠിക്കുന്ന അവിടെ ഹോസ്റ്റൽ റൂമിന്റെ ഫ്രണ്ടിൽ ഈ ഒരു വചനം ഞാൻ അവിടെ ആ ഹോസ്റ്റൽ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു രീതിയിൽ മറ്റുള്ളവരിലേക്ക് സിമ്പിളായിട്ട് ഗോസ്പൽ പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഒത്തിരി പണ്ട് ചെയ്ത് അതുകൊണ്ട് ഇപ്പോഴും അതുതന്നെയാണ് എൻ്റെ ഓർമ്മ. ഫേസ്ബുക്കിൽ ബയോ ആയിട്ട് ഈ ഒരു വചനമാണ്, റോമൻസ് 5:8 കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം നമ്മൾ പാപികളായിരിക്കും. അതായത് ശരി, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് നമ്മൾ പൊതുവെ പറഞ്ഞു കൊടുക്കാവുന്ന കോഴ്സ് നല്ലൊരു വചനം. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ളൊരു ബീങ് ഗ്രിപ്ഡായിട്ട് കർത്താവ് ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു, അവിടുന്ന് എൻ്റെ ഒരു നന്മയും കാണാതെ എൻ്റെ ഒരു അർഹതയില്ലാതെ അവിടെ പാപികളായിരിക്കുകയെന്ന് നമ്മൾ അവിടെ 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 6ാമത്തെ വാക്യം എൻ്റെ തൊട്ട് മുമ്പേ റോമർ 5:6 വായിക്കുവാണെങ്കിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ അതിൻ്റെ 6 വി വേർ സ്റ്റിൽ ഹെൽപ്ലെസ്, നിസ്സഹായരായിരിക്കുമ്പോൾ ബലഹീനരായിരിക്കുമ്പോൾ നമുക്കൊരു ബലഹീനരായിട്ട് നിസ്സഹായരായിട്ട് ഒരു സഹായവും ഒരു ഉദവിയற்ற തന്മയിലായിരുന്നപ്പോൾ എന്നൊക്കെ തമിഴിൽ വേണമെങ്കിൽ പറയാം. ഉദവിയില്ലാതിരിക്കുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു അതുപോലെ ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ള ആ ഒരു ആദ്യ സ്നേഹം, കർത്താവിനോടുള്ള ഒരു ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ വീണ്ടെടുത്ത ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ വീണ്ടും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും സഹോദരന്മാരൊക്കെ കൂട്ടിയുമ്പോൾ പറയാറുള്ളൊരു വാക്യമാണ്. നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യെശയ്യാവ് 51 ഒന്ന് പോവുകയാണെങ്കിൽ യെശയ്യാവ് 51 അധ്യായത്തിൽ എന്താ പറയുന്നേ? നീതിയെ പിന്തുടരുന്നവരെ കുറിച്ച് പറയുമോ? നമ്മളൊക്കെ നീതിയെ പിന്തുടരുന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ ഭാവിക്കുന്നത്, അല്ലെ? CFC ചർച്ച് ഏറ്റവും വിശുദ്ധി, നീതിയെ പിന്തുടരുന്നവരെ കുറിച്ച് അവരോട് പറയുക, നീതിയെ പിന്തുടരുന്നവരും. യെശയ്യാവ് 51 അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കുകയാണ്. ആ ദൈവത്തെ ഇതുപോലെ നമ്മൾ ഹോൾ ഹാർട്ടഡായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ടുള്ളവരോട് ദൈവം പറയുന്നൊരു വാക്യമാണ്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ദൈവം പറയുക, ഇന്ന് ഞായറാഴ്ച പ്രഭാതത്തിലെ യേശു കർത്താവ് നമ്മളോട് പറയുക, കേൾക്കുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ എന്നുള്ളൊരു കാര്യം. നമ്മൾ വെട്ടിയെടുത്ത പാറ നമ്മൾ ഏതൊരവസ്ഥയിലായിരുന്നു? എന്നെപ്പോലുള്ളവരൊക്കെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, പിന്നെ പാരമ്പര്യ ക്രിസ്തീയതയിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങനെയൊക്കെ പല 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 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരൊക്കെ നമ്മളുണ്ട്. എന്നാൽ ദൈവം വിഗ്രഹാരാധിയായിരുന്നപ്പോൾ, കർത്താവിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചൊന്നും അറിയാതിരുന്നപ്പോൾ ദൈവം നമ്മളോട് കാണിച്ചൊരു കാരുണ്യം, നമ്മളെ വെട്ടിയെടുത്ത ആ ഒരു പാറയിലൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കുന്ന ആ ഒരു പാറ നമ്മൾ എവിടുന്ന
ഇപ്പം ജീവക്കല്ലുകളാവാൻ വേണ്ടി കർത്താവ് നമ്മളെ ഈ ജീവനുള്ള ആലയത്തിൽ ചേർത്ത് പണിതുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടുന്ന് ഇത് വെട്ടിയെടുത്തോണ്ട് വന്നേ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ വീഴുന്നാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ മുകളിൽ ക്രാക്കൊക്കെ വരുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അപ്പോൾ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും, ക്വാറി ഫ്രം വിച്ച് യു വെർ ഡഗ്, ആ ക്വാറിയിൽ നിന്ന് ക്വാറി എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ലുക്ക് ടു ദ റോക്ക് ഫ്രം വിച്ച് യു വെർ ഹ്യൂൺ ആൻഡ് ദ ക്വാറി ഫ്രം വിച്ച് യു വെർ ഡഗ്. ആ ഒരു ഖനിഗർഭം, ഏത് ഒരു ഖനിയിൽ നിന്നൊക്കെയാണ് ദൈവം നമ്മളെ എടുത്തുകൊണ്ട് വന്നത്, ഏതൊരു അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് വന്നതെന്നുള്ളൊരു കാര്യം. നമ്മൾ നിസ്സഹായരായിരിക്കും. നമ്മൾ തിരിച്ച് റോമർ 5 ഇനി വരുമ്പോൾ റോമർ 5 വാക്യം നമ്മൾ വായിച്ചു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതിന്റെ 7 വാക്യം റോമർ 5:7, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഒരാൾ ഭയങ്കര നീതിമാനാന്ന് പറഞ്ഞിരിക്കുക, ഞാൻ ഭയങ്കര സത്യസന്ധനാണ്, ഭയങ്കര നീതിമാന, അയാൾക്ക് വേണ്ടി ആരെങ്കിലും ചെന്ന് മരിക്കാൻ ആരാണ്ട് തയ്യാറാവുമോ? അതിട്ട് പിന്നെ പറയുക, അതിന്റെ 7 വാക്യം വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലൊരു ചിരി വരും. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ഗുണവാന് വേണ്ടി, നല്ലൊരാൾക്ക് വേണ്ടി, ഗുഡ് പേഴ്സൺ, കുറച്ചുകൂടെ ഒരു മനസ്സിലും കരുണയൊക്കെ ഉള്ള ആൾക്ക് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് മരിക്കാൻ തുനിയുമായിരിക്കും, ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആദ്യം വായിച്ച ക്രിസ്തു പാപികളായിരിക്കെ, നമ്മളുടെ എന്തെങ്കിലും യോഗ്യത നോക്കിയിട്ടല്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അതായത് ഞാൻ ഇത്ര ക്വാളിഫിക്കേഷനുമായിട്ട് വന്നതുകൊണ്ടല്ല, ഞാൻ പാപികളായിരിക്കെ, ഞാൻ ബലഹീനരായിരിക്കെ കർത്താവ് എനിക്ക് വേണ്ടി തനിക്ക് നമ്മോടുള്ള ആ സ്വന്തം സ്നേഹം, ഹിസ് ഓൺ ലവ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഹിസ് ഓൺ ലവ് ടുവേർഡ്സ് us. അത് കഴിഞ്ഞിട്ട് 9 വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ നീതിമാന്മാരായിട്ട് ജസ്റ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ, ജസ്റ്റിഫൈ, നീതീകരിക്കുക എന്നുള്ള ആ ഒരു ഗ്രീക്ക് വാക്കിന് അർത്ഥം പറഞ്ഞാൽ മേക്ക് റൈച്ചസ്. എന്നുവെച്ചാൽ നമ്മൾ കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചപ്പോൾ നമ്മളെ കർത്താവിനോട് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം കർത്താവ് നമ്മൾ തന്നെ കൊടുത്തപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ കർത്താവ് നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ദൈവത്തിൻ്റെ നീതി, യേശുവിൻ്റെ നീതി നമുക്കൊരു അങ്കി പോലെ, ഒരു നീതി അങ്കി പോലെ ദൈവം നമ്മളെ നീതിമാന്മാരായിട്ട് അങ്ങ് കണക്കിടുകയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ റോമർ 3, 4, 5 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു വലിയൊരു വചന സത്യമാണത്. നമ്മളെ സാഗ്ബോറിന്നൊക്കെ വീണ്ടും ഒക്കെ പലപ്പോഴും ഒക്കെ കേട്ടിട്ടുള്ളതായിരിക്കും നമ്മൾ പലരും. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, നമ്മളെ നീതിമാനായിട്ട് കണക്കിടുന്നു എന്നുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പാപം ചെയ്തിട്ടില്ല എന്ന വണ്ണം ദൈവം എണ്ണുന്നു. ഇതുവരെ പാപം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇതുവരെ യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിച്ചു എന്നുള്ള നിലയിൽ യേശുവിൻ്റെ ഒരു നീതി എൻ്റെ അക്കൗണ്ടിലോട്ട് ദൈവം അങ്ങ് കണക്കിടുകയാണ്. ഇതാണ് ജസ്റ്റിഫൈ എന്നുള്ളൊരു കാര്യം. ഇവിടെ ആ കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഇപ്പം ഇവിടെ 9 വാക്യത്തിൽ നമ്മൾ വായിച്ച്, ഇതിൻ്റെ 1 വാക്യം വായിക്കുകയാണെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്ന് കാണുന്നുണ്ട്. റോമർ 5:1 വാക്യം, വിശ്വാസത്താൽ, കർത്താവിലുള്ള വിശ്വാസത്താലാണ് ഈ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ റോമർ 3 ഒന്ന് തിരിയുവാണെങ്കിൽ, ഇതിൻ്റെ തന്നെ 2 അധ്യായം ഒന്ന് റിവേഴ്സ് ഗിയറിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ 24 വാക്യത്തിൽ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ, ജസ്റ്റിഫൈഡ് ആസ് എ ഗിഫ്റ്റ് ബൈ ഹിസ് ഗ്രേസ്, കൃപയാൽ, അതെ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം കൃപയാലാണ് നീതീകരിക്കപ്പെടുന്നത്, രക്തത്താലാണ് നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ഇതെല്ലാം സംഭവം ഒന്ന് തന്നെ. എന്നുവെച്ചാൽ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൻ്റെ രക്തത്താൽ, കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായിട്ട് ദൈവം നമ്മളെ അങ്ങ് നീതീകരിക്കുന്നു എന്നുള്ള കാര്യം. ഇവൻ റോമർ 3:28 ആ ഒരു വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു അവിടെയും പിന്നെയും നമ്മളവിടെ വായിക്കുന്നുണ്ട്. പറഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരാൾക്കെതിരെ പല കുറ്റാരോപണങ്ങളൊക്കെ ഉണ്ടായി, അയാളുടെ കോടതിയിൽ അയാൾക്കെതിരെയുള്ള ക്രോസ് വിസ്താരമൊക്കെ കഴിഞ്ഞിട്ട് കോടതി പറയുക, നിന്നെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തി ഇന്ന കാരണങ്ങളാൽ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞതിന് ആ
ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ്, എനിക്ക് ശിക്ഷയില്ല, ഞാൻ ക്ഷമിക്കപ്പെട്ടു, അതൊരു നല്ല കാര്യം തന്നെ. പക്ഷെ എങ്കിലും പുള്ളി കോടതി വരാണ്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും? എല്ലാവരും എല്ലാവരുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ജാള്യത കാണും, ഒരു ചമ്മല് കാണും. ഞാൻ കുറ്റമൊക്കെ ചെയ്ത ആളാന്ന് എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ ഞാൻ ക്ഷമിക്കപ്പെട്ട ഒരു കുറ്റവാളി. അതാണ് പാപക്ഷമ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. പക്ഷേ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ആ പാപക്ഷമ മാത്രമല്ല, മറിച്ച് എന്താ, ഇപ്പൊ ആ കോടതി മറിച്ച് ഇങ്ങനെ പറയുന്നിരിക്കട്ടെ, പ്രോസസ്സാരൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം അന്വേഷിച്ചത് നീ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമെന്നിരിക്കട്ടെ. അക്വിറ്റഡ് എന്നുള്ളൊരു വാക്കുണ്ട്, അതായത് നീ നീതിമാനാണ്, നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, വെറുതെ കള്ള ആരോപണങ്ങളായിരുന്നു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനെ വളരെ ധൈര്യത്തോടെ വളരെ സന്തോഷത്തോടെ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കാനൊക്കെ എന്ന് പറയുന്നത് അതാ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ. മനസ്സിലായി? നമ്മളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ആ ഒരു നീതി, എത്രമാത്രം കർത്താവ് ഒരു നീതിമാനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു, ആ കർത്താവിൻ്റെ നീതി എനിക്ക് വേണ്ടി അങ്ങ് ദൈവം കണക്കിടുന്നു. എൻ്റെ അക്കൗണ്ടിലോട്ട്, എൻ്റെ സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിലോട്ട് ദൈവം അങ്ങ് കർത്താവിൻ്റെ നീതി അങ്ങ് കണക്കിടുന്നു എന്നുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മൾ പാപക്ഷമ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. ദാവീദ് തന്നെ 103-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും എല്ലാം ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ട്. പാപക്ഷമ പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തം നമ്മളുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. മറ്റേ കോലാടുകളുടെയൊക്കെ രക്തം പാപമൊക്കെ മറച്ചു കൊടുത്തതേ ഉള്ളൂ. അവിടെ ലംഘനം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് അവിടെ സങ്കീർത്തനം 32:1 നമ്മൾ വായിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മുടെ പാപങ്ങളിൽ എഴുതി വെച്ചേക്കുവാണെങ്കിൽ ഒരു തുണിയെടുത്ത് മറച്ചു. അപ്പൊ ഏതൊരു നിമിഷവും ആരെങ്കിലും തുണിയെടുത്ത് മാറ്റി കളയുമെന്നുള്ളൊരു ആനുവൽ റിമൈൻഡർ ഓരോ വർഷവും എബ്രായർ 10:3 നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ വർഷവും അവർ ഈ പാപ പരിഹാര ബലിയും കാര്യങ്ങളുമായിട്ടൊക്കെ വരുമ്പം ഈ പാപങ്ങളൊക്കെ വീണ്ടും അവർക്കൊരു ഓർമ്മയായിട്ട് വരുന്നു. അങ്ങനെ ഒരു കാര്യം ഒരു തൽക്കാലത്തേക്കുള്ള ഒരു പാച്ചപ്പ് വർക്കേ ഉണ്ടായിരുന്നുള്ളൂ പഴയ നിയമത്തിൽ. എന്നാൽ യേശു കർത്താവ് വന്ന് എന്ത് ചെയ്തു? ഇത് ഒരു നനഞ്ഞ നല്ല തുണി വെച്ച് ഈ ബോർഡ് നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് തുടച്ചു. ആർക്കും അതിന്റെ പാടുപോലും കാണാതെ വണ്ണം ആ യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കുന്നു എന്നാണ് നമ്മൾ 1 യോഹന്നാൻ 1:7-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ 32-ാം സങ്കീർത്തനത്തിലേക്ക് പോകണോ? ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ എന്താ അവിടെ വായിച്ചേ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അവിടെ പാപം മറച്ച് sin is covered എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മൾ 1 യോഹന്നാനിലേക്ക് വരുവാണെങ്കിൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-9 വാക്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ടും എസ്പെഷ്യലി പുതുതായിട്ടൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളും എല്ലാവരും ഒരുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുറ്റങ്ങളോ വീഴ്ചകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിരാശപ്പെട്ടിരിക്കാതെ അവിടെ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ അങ്ങ് വേരൂന്നി കർത്താവിനോട് ഈ കാര്യം എല്ലാം അങ്ങ് നമ്മുടെ കുറവുകളൊക്കെ അങ്ങ് ഏറ്റുപറയുക, വെളിച്ചത്തിലേക്ക് അങ്ങ് വരിക. അതാ 1 യോഹന്നാൻ 1:7 വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ മറച്ചു വെക്കുന്നതെന്നല്ല, ക്ലൻസ് ചെയ്യുന്നു. അത് എത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത്. അതായത് അതിന്റെ 9-ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ മതി. നമുക്ക് ശരിയാണ്, നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി, നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കോപിച്ചോ ദേഷ്യപ്പെട്ടോ ഒക്കെ നമ്മൾ സംസാരിച്ചു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില വീഴ്ചകളോ കുറവുകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവിനോട് തന്നെ ഏറ്റു പറയുക, അത്രയേ ഉള്ളൂ. നമ്മുടെ അത് കർത്താവെ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ശരിയാ കർത്താവെ, ഇപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചു കർത്താവെ, ഞാനതങ്ങ് ഏറ്റു പറയുന്നു, എന്നോട് ക്ഷമിക്കണേ. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. എന്നാൽ ശുദ്ധീകരിക്കപ്പെടാത്തവർക്ക് നമ്മളെ എബ്രായർ 10:3 ഞാൻ മുമ്പ് റെഫർ ചെയ്ത വാക്യം എന്താ? അവിടെ ആ പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ എബ്രായർ 10:3 ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആണ്ടുതോറും അവരുടെ ബലികളൊക്കെ നടക്കുമ്പോൾ പാപങ്ങളുടെ ഓർമ്മ, ആനുവൽ റിമൈൻഡർ ഓഫ് സിൻസ് ഇയർ ആഫ്റ്റർ ഇയർ. പക്ഷെ ഇന്ന് നമ്മളെ പാപങ്ങളെയല്ല നമ്മൾ ഓർക്കുന്നത്, മറിച്ച് പാപത്തിന്റെ ശുദ്ധീകരണമാണ് നമ്മൾ ഓർക്കുന്നത്.
മനസ്സിലായി അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വെട്ടിയെടുത്ത പാറയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കൂ എന്നൊക്കെ നമ്മൾ വായിച്ചു. ഇപ്പൊ നമ്മൾ നമ്മളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നമ്മൾ വിഷണ്ണരായിരിക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ 2 പത്രോസിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നമ്മളുടെ പൂർവ്വകാല പാപങ്ങളെ ഓർക്കാൻ ദൈവവചനം ഒരിക്കലും പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം ഓർക്കാനാണ് അവിടെ പറയുന്നത്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില് അവയില്ലാത്തവനും കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. അതായത് പല പല ഗുണഗണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവയൊന്നും ഇല്ലാത്തവൻ ആത്മീയമായിട്ട് കുരുടനാണ്, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. നമ്മള് പാപങ്ങളോ ജീവിതത്തില് അന്ന് ഞാൻ ഇങ്ങനെ ഒരു പാപം ചെയ്തു, പണ്ട് ഞാൻ ഇങ്ങനെ പല വീഴ്ചകളുണ്ടായി, ആ പാപങ്ങൾ നമ്മളിങ്ങനെ ഓർത്ത് നമ്മളങ്ങനെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. മറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാപങ്ങളുടെ ശുദ്ധീകരണം. കർത്താവ് അതിൽ നിന്നല്ല എന്നെ ശുദ്ധമാക്കി എന്നുള്ളൊരു കാര്യം. അതാ നമ്മളവിടെ വായിക്കുന്നത്. 2 പത്രോസ് 1-ന്റെ 9-ാമത്തെ വാക്യത്തില് കുരുടനായിട്ടുള്ള ഒരു മനുഷ്യൻ he has forgotten his purification from his former sins. ആ ഒരു കഴിഞ്ഞകാല പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോലുള്ള വീഴ്ചകൾ ആ വീഴ്ചകളായിട്ടൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. മറിച്ച് ആ വീഴ്ചകളിൽ നിന്ന് കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. എബ്രായർ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ ദൈവം നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പൊ ഈ നീതീകരിച്ചു, കർത്താവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമ്മളിപ്പോൾ റോമർ 5-ന്റെ 9 നമ്മൾ വായിച്ചു. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതാ. എബ്രായർ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? എബ്രായർ 8-ന്റെ 12-ാമത്തെ വാക്യം, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. നമ്മുടെ പാപങ്ങളെ കർത്താവ് ഓർക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അത്ര വലിയൊരു, കർത്താവ് മറക്കുന്നു എന്ന് പറയുന്നില്ല. ദൈവവചനം വളരെ കൃത്യമാണ്. ദൈവത്തിന് മറവി ഡിമെൻഷൻ രോഗമൊന്നുമില്ല, നമ്മളെപ്പോലെ മറവിയോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ കർത്താവ് ഓർക്കുന്നില്ല. ഹി ഡസൻ ചൂസ് ടു റിമെമ്പർ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ സംഭവിക്കും. നമ്മൾ കർത്താവിന് മുമ്പാകെ ചെല്ലുമ്പോൾ ഇത്രയെല്ലാം പാപങ്ങളെല്ലാം ചെയ്തു വന്നവനാണ് നീ എന്നുള്ള രീതിയിലല്ല കർത്താവിനെ കാണുന്നത്. ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആ ഒരു നീതിയെങ്കിൽ ഉള്ളവനായിട്ട് നമ്മൾ ചിലപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ 10,000 തവണ കർത്താവ് ഈ പാപം ചെയ്തു നമ്മൾ പറയുക. കർത്താവ് പറയുന്നത് നീ ആദ്യമായിട്ട് പാപം ചെയ്യുന്നവനൊക്കെ എന്ന് വെച്ചാൽ ഇത് 10,000 തവണ ഇതിനുമ്പോൾ പാപം ചെയ്തിട്ട് ഞാൻ ഓർക്കുന്ന പോലുമില്ല എന്നുള്ളൊരു, ആദ്യമായിട്ട് പാപം ചെയ്ത് ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്, അവന്റെ കൃപ അവന്റെ കരുണ ദിവസം തോറും പുതിയതാകുന്നു എന്ന് വിലാപങ്ങളുടെ പുസ്തകം 3:23 നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ പുതിയ കൃപയാണ്, പുതിയ കരുണ. അന്ന് പഴയ നിയമത്തില് കൃപ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിലില്ല. ഹിസ് മേഴ്സീസ് കരുണ, മലയാളത്തിൽ അങ്ങനെയൊന്നുമില്ല കൊടുത്തേക്ക്. നമ്മൾ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം എബ്രായർ 8-ന്റെ 12 നമ്മളുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം യെരമ്യാവ് കഴിഞ്ഞിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3:23 വരുമ്പോൾ ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്, ദേ ആർ ന്യൂ 23. അത് രാവിലെ തോറും അതെ, അതുകൊണ്ട് പ്രത്യാശിക്കും. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഹിസ് ലവിങ് കൈൻഡ്നസ് 22-ാമത്തെ വാക്യം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ആ കരുണ എന്നാണ് മലയാളത്തിൽ, കരുണ എന്ന് തന്നെ വേണ്ട. ഹിസ് മേഴ്സീസ് ദേ ആർ ന്യൂ എവറി മോർണിംഗ്. കരുണ രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്ന് പറയുമ്പം എന്താ, ഓരോ ദിവസവും കർത്താവ് പുതിയ കരുണ കൊണ്ടാണ് എന്നെ ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവോ വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ഞാൻ 12,034 പ്രാവശ്യമാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ കർത്താവ് ക്ഷമിക്കുന്നത്. ആദ്യമായിട്ട് ഞാനിത് നിനക്ക് ക്ഷമിച്ചു തരുന്നത് എന്നുള്ള രീതിയിൽ പുതിയ കരുണ കൊണ്ട് ക്ഷമിക്കുന്ന ഒരു കർത്താവ്. ഞാനിതെല്ലാം പറയുന്നത് വെച്ചാൽ ആ ഒരു കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദൈവവചനത്തിന് മുമ്പായിട്ട് നമ്മൾ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ജ്ഞാനികൾക്കും വിവേകികൾക്കും എല്ലാം മറച്ചു വെച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ് മത്തായി 11:25 പറയുന്നത്. നമ്മളൊരു ശിശു ഹൃദയത്തോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിന്റെ മുമ്പാകെ അങ്ങ് താഴുവാണെങ്കിൽ ഇത്ര വലിയൊരു
കർത്താവിൻ്റെ സ്നേഹം. നമ്മളിപ്പോൾ തിരിച്ച് എബ്രായർ 8:12 നമ്മൾ വായിച്ചു. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളിൽ ഓർക്കുകയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും അത് മിസ്സായി പോയാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട്. എവിടെ? എബ്രായർ 10 അതിന്റെ 17 വാക്യത്തിൽ ഇത് കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്താ? എബ്രായർ 10:17 വാക്യം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. ഈ വചനത്തിലൂടെയൊക്കെ എൻ്റെ കർത്താവേ, എൻ്റെ എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം എന്നൊക്കെ നമ്മളിന്ന് രാവിലെ പാടി. പക്ഷേ എൻ്റെ പാപങ്ങളൊന്നും കർത്താവ് ഓർക്കുന്ന പോലുമില്ല. എണ്ണമില്ലാത്ത എൻ്റെ പാപങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ, അതെല്ലാം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ബാക്കിയുള്ളവർ നമ്മളോട് നീ അത് ചെയ്തവനല്ലേ, നീ ഇതിങ്ങനല്ലേ എന്നൊക്കെ മറ്റു മനുഷ്യർ നമ്മളോട് പറയുമായിരിക്കും. പക്ഷേ കർത്താവ് യഥാർത്ഥത്തിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് യഥാർത്ഥത്തിൽ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവനാണെങ്കിൽ കർത്താവ് ആ പാപങ്ങൾ ഓർക്കുന്നില്ല. നമുക്കൊരു ക്ലീൻ സ്ലേറ്റ് തന്നിരിക്കുന്നത് കർത്താവിൻ്റെ നീതി. അതായത് ജസ്റ്റ് അസ് ഇഫ് ഐ ഹാവ് നെവർ എവർ സിൻഡ്, ഇതുവരെ ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന വണ്ണം ക്രിസ്തുവിൽ എന്നെ പിതാവ് കാണുന്നു. അതാ ജസ്റ്റിഫൈഡ്. എന്നാൽ അത് മാത്രമല്ല, ജസ്റ്റ് അസ് ഇഫ് ഐ ഹാവ് ഒബെയ്ഡ് അസ് ജീസസ് ഒബെയ്ഡ്, യേശു അനുസരിച്ചതുപോലെ ഞാനും അനുസരിച്ചതായിട്ട് പിതാവ് എന്നെ ക്രിസ്തുവിൽ കാണുന്നു. അതാ ജസ്റ്റിഫിക്കേഷൻ്റെ ആ ഒരു നീതീകരണത്തിൻ്റെ ആ ഒരു ജസ്റ്റിഫൈഡ് എന്നുള്ള ആ വാക്ക്, അതിൻ്റെ ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മേക്ക് റൈച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഒരു പ്രാഗൽഭ്യത്തോടെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. നമ്മളുടെ പാപങ്ങൾ ഇനി കർത്താവ് ഓർക്കുന്നില്ല. യേശുവിൻ്റെ ഒരു നീതി അങ്കി, കർത്താവിൻ്റെ ഒരു റോബ് ഓഫ് റൈച്ചസ്നെസ്. ആ റോബ് ഓഫ് റൈച്ചസ്നെസ് എന്നുള്ളൊരു പദപ്രയോഗം യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളൊരു പദപ്രയോഗമാണത്. യേശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 61 പദപ്രയോഗം നമുക്കൊന്ന് കാണണമെങ്കിൽ നമ്മൾ റോബ് ഓഫ് റൈച്ചസ്നെസ് എന്ന് നമ്മൾ പറയുമ്പോൾ എവിടെ ഈ ബൈബിളിൽ റോബ് ഓഫ് റൈച്ചസ്നെസ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, യേശയ്യാവ് 61 10 വാക്യത്തിൽ അതിൻ്റെ അവസാനം, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഹി ഹാസ് റാപ്ഡ് മീ വിത്ത് എ റോബ് ഓഫ് റൈച്ചസ്നെസ് എന്നുള്ളൊരു കാര്യം പറയുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നീതിയുടെ അങ്കി, ക്രിസ്തുവിൻ്റെ നീതിയുടെ അങ്കി നമ്മളെ ധരിപ്പിച്ചൊരവസ്ഥ. അതായത് നമ്മളുടെ കറപുരണ്ട തുണികളൊക്കെ കർത്താവ് മാറ്റിക്കളഞ്ഞ് യേശുവിൻ്റെ ഒരു നീതി അങ്കി, യേശു എങ്ങനെ വിശുദ്ധനായിട്ട്, എങ്ങനെ ഏറ്റവും നീതിമാനായിട്ട് ഭൂമിയിൽ ജീവിച്ചു, ആ നീതി നമുക്കായിട്ട്, എനിക്കായിട്ട് കർത്താവ് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, അതുകൊണ്ട് കർത്താവ് എന്തായാലും എന്നെ നീതീകരിച്ചല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ലൈസൻസ് ആയിട്ട് എടുത്ത് അങ്ങനെ പോകുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഓഫ്കോഴ്സ് ആ നീതി നമ്മളിലേക്ക് വിശ്വാസതല പതുക്കെ ഓരോ ദിവസമായിട്ട് ഇമ്പാർട്ടഡ് ആകേണ്ടതായിട്ടുണ്ട്. ഇമ്പ്യൂട്ട് ചെയ്തു, എന്നാൽ ഇമ്പാർട്ടഡ് ആകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് ഒരു കണക്കിട്ടു, എന്നാൽ അത് ആ നീതി നമ്മുടെ ആത്മമനുഷ്യന്റെ ഭാഗമായിട്ട് അത് പതുക്കെ അതൊരു ആജീവനാന്ത പ്രോസസ്സാണ്. അത് ദൈവം നമുക്ക് തരുന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ക്രൂസ് എടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിന് നമ്മൾ കീഴടങ്ങുന്നതിനനുസരിച്ച് ആ നീതി നമ്മളുടെ ആത്മമനുഷ്യന്റെ ഭാഗമായിട്ടായിത്തീരും. എന്നാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക്, സ്വർഗീയ അക്കൗണ്ടിലോട്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എഫേസ്യർ 3-4 വാക്യങ്ങളിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നീതി എനിക്കായിട്ട് കർത്താവ് കണക്കിട്ടു എന്നുള്ളൊരു കാര്യം. നമ്മൾ തിരിച്ചിനി റോമർ 5 വന്ന് ഞാൻ പതുക്കെ അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മളിപ്പം റോമർ 5:9 നമ്മൾ വായിച്ചു. നമ്മൾ 6 വാക്യത്തിൽ നമ്മൾ ബലഹീനരായിരുന്നു. റോമർ 5:6 വാക്യം നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്. പിന്നെ 8 വാക്യം നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചെന്ന് വായിച്ചു. പിന്നെ 10 വാക്യത്തിൽ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ വരുന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും എന്നുള്ളൊരു കാര്യം വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ബലഹീനനായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്. നമ്മുടെ പാഠ്യപുസ്തകത്തിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തൊരു പാട്ടുണ്ട്, ആരും എൻ്റെ യേശുനായകൻ എനിക്ക് നല്ല സ്നേഹിതൻ എന്നുള്ള ഒരു പാട്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവ. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ രക്ഷിച്ച തിരുവനന്തപുരം മാർവീനസ് കോളേജിലെ സെക്കൻഡറി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ
ന്യൂ സെൻറ് തോമസ് ഹോസ്റ്റലിലെ റൂം നമ്പർ 214 റൂമിലെ അന്നൊരു 1999 ഡിസംബർ മാസം 19-ാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ ഒരു 6-6:15 മണിയായിരുന്നു. അപ്പോൾ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ വലിയ വലിയ സമാധാനവും വലിയ വലിയ ആത്മീയവും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അന്വേഷണത്തിൻ്റെയൊക്കെ ഒടുവിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ശൂന്യതയും ഭാരവും ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സമയത്ത് ആ സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അത് വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങൾ നോക്കുവിൻ, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുവിൻ, ആരും സഹായമായി ഇല്ലാതെ ഞാൻ ഭാരം വലഞ്ഞിടുന്ന വേളയിൽ അരുമയോടെ എൻ്റെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാണ്. അപ്പം ആ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, ആ ഒരു ആദ്യ സ്നേഹം, കർത്താവ് എന്തോ ഞാൻ വലിയ എന്തൊക്കെയോ ആളായതിനു ശേഷം എന്നെ ഇവനെ ഇതിനകത്ത് ചേർത്താൽ കൊള്ളാമല്ലോ എന്ന് തോന്നി എന്നെ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് എൻ്റെ ഒന്നുമില്ലായ്കയിൽ എന്നെ ചേർത്ത കർത്താവിൻ്റെ സ്നേഹം. അതാണ് നമ്മൾ കർത്താവ് അങ്ങനെ സ്നേഹിക്കുന്നത്. നമ്മളെന്തോ വലിയ ക്വാളിഫിക്കേഷനുമായിട്ട് വരുമ്പം നിന്നെ ഇനിയിപ്പം ചേർത്താൽ എനിക്ക് എൻ്റെ ഇതിനെ കുറച്ച് കൊള്ളാമല്ലോ, അങ്ങനെയല്ല. ദൈവം നമ്മൾ ബലഹീനരായിരിക്കുകയും നമ്മൾ ഒന്നുമില്ലാതെ, നമുക്ക് ആ വാക്യം അറിയാമല്ലോ, റോമർ 5:10 നമ്മൾ വായിച്ചു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരെയൊക്കെ തിരഞ്ഞെടുത്തേ കർത്താവ്, ഒന്നുമില്ലാത്തവരെ, ദോസ് ഹു ആർ നത്തിങ്. അതാ നമ്മൾ 1 കൊരിന്ത്യരിലേക്ക് വരുവാണെങ്കിൽ, റോമർ കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 1:26, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, വലിയ വലിയ ജ്ഞാനികളായിട്ടുള്ളവർ ഏറെയില്ല, പിന്നെ ബലവാന്മാരേറെയില്ല, ഭയങ്കര മസിൽമാൻ ഭയങ്കര ബലവാന്മാരോ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള വലിയ ബലവാന്മാരൊന്നും ഏറെയില്ല, കുലീനന്മാരേറെയില്ല, ഭയങ്കര കുടുംബ പശ്ചാത്തലം, അതുപോലെ ഭയങ്കര വലിയ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായിട്ട് 27-ാമത്തെ വാക്യം, അതായത് ഒരു മണം ഗുണവും ഇല്ലാത്തവരെ ദൈവം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞതുപോലെ ചില ഒന്നുമില്ലാത്തവരെയാ കർത്താവ് തിരഞ്ഞെടുത്തത്. നമ്മളെ ആ ഒരു ദൈവമേ എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തല്ലോ. അതാ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിലെ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം ലോകത്തിലെ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ 1 കൊരിന്ത്യർ 1:28 വായിക്കുന്ന ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിലെ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്തോ വലിയ വിശുദ്ധി കാരണമാണ് ദൈവത്തിനെ തിരഞ്ഞെടുത്തതെന്നും പറഞ്ഞ് നമ്മൾ ഞെളിഞ്ഞു നിൽക്കാൻ നമുക്ക് ആർക്കുമില്ല. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനായിട്ട് ഒന്നുമില്ലാത്തതിനെ he has chosen the things that are not എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു, കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും, ഏതുമില്ലാത്തതും, നത്തിങ്, നോട്ട്, ഏതുമില്ലാത്തതിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ആ ഒരു കാര്യം നമ്മൾ തിരിച്ച് റോമർ 5-ലേക്ക് വരുമ്പം റോമർ 5-ന്റെ 6, 8, 10 വാക്യങ്ങൾ വായിക്കുവാണെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയൊക്കെ പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ ബലഹീനരായിരുന്നു, 8-ാമത്തെ വാക്യത്തിൽ പാപികളായിരുന്നു, 10-ാമത്തെ വാക്യത്തിൽ എന്താ ശത്രുക്കളായിരുന്നു. ദൈവം നമ്മുടെ ശത്രു എന്നല്ല പറയുന്നത്, നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവം സൃഷ്ടാവ്, എന്നാൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ന്യായപ്രമാണം, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളാണെങ്കിൽ മനസാക്ഷിയിലെ ന്യായപ്രമാണമൊന്നും അനുസരിക്കാതെ ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് തീരുന്നു. അങ്ങനെ അതാ നമ്മളിവിടെ വായിക്കുന്ന ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, പുത്രന്റെ മരണത്താൽ നിരപ്പ് വന്നെങ്കിൽ ആ വാക്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ള ഒരു അർത്ഥം കൂടെ അവിടെ വരുന്നുണ്ട്. കർത്താവിന്റെ മരണത്താൽ നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും എന്നുള്ളൊരു കാര്യം. മരണത്താൽ നിരപ്പ് വന്നു, അപ്പൊ പിന്നെ ജീവനാൽ, കർത്താവിന്റെ ജീവനാൽ നമുക്ക് എത്രയധികം ഒരു രക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ മരണത്താൽ നമുക്ക് നമ്മളുടെ ആത്മാവിന്റെ രക്ഷ വന്നു. കർത്താവിന്റെ ജീവനാലാണ് നമ്മളിന്ന് നമ്മളുടെ ദേഹിയിലുള്ള രക്ഷ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ സ്വഭാവവും നമ്മളുടെ പെരുമാറ്റങ്ങളും നമ്മളുടെ ചിന്താഗതികളും കാര്യങ്ങളും എല്ലാം കർത്താവിന്റെ ജീവനാൽ രക്ഷിക്കപ്പെടേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. നമ്മളുടെ ആത്മാവ് മൃതമായിരുന്ന അവസ്ഥയിൽ കർത്താവിന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് വന്നു, മരണത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ വായിക്കുന്ന എത്ര അധികം ജീവനാൽ, സേവ്ഡ് ബൈ ദ ഡെത്ത് ഓഫ് ഗോഡ്, ഡെത്ത് ഓഫ് ജീസസ്, സേവ്ഡ് ബൈ ദ ലൈഫ് ഓഫ് ജീസസ്, സേവ്ഡ് ബൈ ഹിസ് ലൈഫ്. കർത്താവിന്റെ ജീവനാല് നമുക്കൊരു രക്ഷ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മരണം നടക്കണം. അതാ നമ്മളുടെ കൺക്ലൂഷൻ. ഇത്ര വലിയ സ്നേഹമൊക്കെ കാണുമ്പോൾ നമ്മളെന്താ ഇതൊക്കെ ഒരു ലൈസൻസ് ആയിട്ട് എടുത്ത്
അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും, അധപ്പതനത്തിലേക്കായിരിക്കും, നമ്മുടെ ആത്മീയ മുരടിപ്പിലേക്കായിരിക്കും. എന്നാൽ ഈ സ്നേഹത്തിന് മുമ്പായിട്ട് കർത്താവേ, ഈ സ്നേഹം, കർത്താവ് എനിക്ക് വേണ്ടി സ്നേഹിച്ച് ഈ സ്നേഹത്തെ കാണുമ്പോൾ ഞാൻ ഇനി എനിക്കായിട്ട് ജീവിക്കത്തില്ല. ഇത്ര വലിയ സ്നേഹത്തെ കാണുമ്പോൾ കർത്താവ്, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അങ്ങേക്കായിട്ട് എന്നെ ഇത്രയധികം സ്നേഹിച്ചവനായി ഈ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം. ഈ സ്നേഹമാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുന്നതെന്നാണ് തൊട്ട് മുമ്പേ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇപ്പം 6, 8, 10 നമ്മളെന്താ ബലഹീനരായിരിക്കെ, പാപികളായിരിക്കെ, ശത്രുക്കളായിരിക്കെ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം. അപ്പം ആ സ്നേഹം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? 5-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണെന്നുള്ള കാര്യം നമ്മളിപ്പം താഴെ 6, 8, 10 വാക്യങ്ങളിലൊക്കെ, 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൊക്കെ വായിച്ച്, അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ സ്നേഹം അറിയുമ്പോൾ, ആ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, നമുക്കും മറ്റുള്ളവരെ നമ്മളെ ശത്രുക്കളായിട്ട് കരുതുമ്പോൾ, മറ്റുള്ളവർ ബലഹീനരായിട്ടിരിക്കുമ്പോൾ, മറ്റുള്ളവർ പാപികളായിട്ടിരിക്കുമ്പോൾ നമ്മളവരെ പുച്ഛിച്ച് നോക്കത്തില്ല. അവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ചിലർ നമ്മളെ ശത്രുക്കളായിട്ട് കാണുമ്പോൾ ആ ശത്രുക്കളെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. പലരും ബലഹീനാവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് അവരോട് കരുണ കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ബലഹീനനായിരുന്നപ്പോഴാണ് കർത്താവ് എന്നോട് കരുണ കാണിച്ച്, ഞാൻ ശത്രുവായിരുന്നപ്പോഴാണ് കർത്താവ് എന്നെ മിത്രമാക്കി തീർത്തേ, ഞാൻ അശക്തനായിട്ട് ഞാൻ പാപിയായിരുന്നപ്പോഴാണ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച്. ഇപ്പം മറ്റുള്ളവർ പലരും, നമ്മുടെ ചുറ്റുമുള്ളവർ പലരും പാപത്തിലും പല വേണ്ടാദിനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അവരെ ആരും പുച്ഛിക്കാനില്ല. എന്ന് വെച്ചാൽ ഈ സ്നേഹം, കർത്താവ് നമ്മളെ സ്നേഹിച്ച, പാപികളായിരിക്കെ, ബലഹീനരായിരിക്കെ, ശത്രുക്കളായിരിക്കെ നമ്മളെ സ്നേഹിച്ച ആ സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ ആരുകൊണ്ട് നിറയ്ക്കുന്നു? പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു എന്നാണ് നമ്മളിപ്പം 5-ാമത്തെ വാക്യത്തിൽ വായിച്ച്. ആ സ്നേഹത്തിന് മുമ്പായിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തിയിരിപ്പിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് ആ സ്നേഹം നമ്മുടെ ആത്മാവിൽ നിന്ന് നിറയ്ക്കുമ്പോൾ ആ സ്നേഹം പാനപാത്രം കവിഞ്ഞൊഴുകുന്ന സങ്കീർത്തനം 23:5 ദാവീദ് പറയുന്നത്. അതായത് നമ്മളുടെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് നമ്മളുടെ ദേഹിയിലോട്ട്, നമ്മുടെ ചിന്തയിലും നമ്മളുടെ വികാരങ്ങളിലും നമ്മളുടെ തീരുമാനങ്ങളിലുമൊക്കെ ആ സ്നേഹം നിറഞ്ഞൊഴുകും. അത് നമ്മളെ ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ കാണുന്നു, പറയുന്നു എന്നുള്ളൊരു കാര്യം. ഒരു ചെറിയൊരു വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തുക. 1 യോഹന്നാൻ 4:19. 1 യോഹന്നാൻ 4:19 ഒരു ചെറിയ വാക്യമാണ്, മിക്കവർക്കും അറിയാവുന്ന വാക്യമായിരിക്കും. 1 യോഹന്നാൻ നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു റൂട്ടും ഷൂട്ടും പറയുന്ന, അല്ലെങ്കിൽ അടിസ്ഥാനവും മേലോട്ടുള്ള പണിയും പറയുന്ന ഒരു ചെറിയ വാക്യം. 1 യോഹന്നാൻ, അതായത് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിന് 4-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക. അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു. ആ കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു. ഉലകസ്ഥാപനത്തിന് മുമ്പേ ഉളവായ ഒരു അൻപാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മഹൽ സ്നേഹം എന്നൊക്കെ നമ്മൾ പാട്ട് പാടുന്നത് പോലെ ഉലകസ്ഥാപനത്തിന് മുമ്പേ എല്ലാം സൃഷ്ടിക്ക് മുമ്പായിട്ട് എന്നെ സ്നേഹിച്ചു. ഈ സൃഷ്ടികളോ ഒന്നുമില്ല. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയില്ലായിരുന്ന സമയത്ത് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമായിരുന്ന സമയത്ത്, ദൂതന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് അന്ന് എന്നെ ക്രിസ്തുവിൽ മുമ്പേ തിരഞ്ഞെടുത്ത ആ ഒരു സ്നേഹം, അതാണ് അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. എത്ര ആദ്യമാണ്! നമ്മൾ അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോഴേ നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് നമ്മൾ യെശയ്യാവ് 49 അതിൻ്റെ 1-ാമത്തെ വാക്യം, അമ്മയുടെ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യെശയ്യാവ് 49 1-ാമത്തെ വാക്യത്തിൽ എന്താ? അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോഴേ നമ്മളെ സ്നേഹിച്ചെന്ന് അവിടെ പറയുന്നുണ്ട്. യെശയ്യാവ് 49 1-ാമത്തെ വാക്യം, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുകയും തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമായി വായിക്കുന്നു. അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചു എന്നാൽ അതപ്പം മാത്രമല്ല, നമ്മളെ ലോകസ്ഥാപനത്തിന് മുന്നേ സ്നേഹിച്ചു എന്നാണ് Efesyർ 1:3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതെന്ന് മോളി സിസ്റ്റർ പലപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ്. യെശയ്യാവ് 45:3-4 വാക്യങ്ങളാണ് അത് പറയുന്നത്. യെശയ്യാവ് 45:3-4 വാക്യങ്ങളിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നീ എന്നെ അറിയാതിരിക്കെ, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ എന്ന് വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ ഞാൻ നിന്നെ, 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കെ. കർത്താവിനെ അറിയാതിരിക്കെ തന്നെ ഞാൻ നിന്നെ
ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇത് യെശയ്യാവ് 49, നമ്മളിപ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചില്ല. യെശയ്യാവ് 49 14 15 കൂടെ ഒന്ന് വായിച്ചോട്ടെ. എന്താ പറയുന്നത്? അമ്മ മറന്നാലും മറക്കത്തില്ലെന്നാ പറയുന്നത്. നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യം, പക്ഷേങ്കിലും നമ്മുടെ ബൈബിളിൽ അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? യെശയ്യാവ് 49 15 16 വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്വാഭാവികമായിട്ട് ഒരു അമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ, പാൽ കുടിക്കുന്ന കുഞ്ഞിനെ മറക്കത്തില്ല. പിന്നെ ഓഫ്കോഴ്സ് പ്രസവാനന്തര വിഷാദമോ സൈക്കോസിസോ ഒക്കെ വരുമ്പോഴൊക്കെ പല അമ്മമാർക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ കാരണം അങ്ങനെ മറക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്, നമുക്കറിയാം. എന്നാൽ അങ്ങനെ ഒരു അമ്മ മറന്നാൽ പോലും ആരും മറക്കത്തില്ല. എൻ്റെ കർത്താവിനെ മറക്കത്തില്ല. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഞാൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ, 16-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എൻ്റെ പേര് വരച്ചിരിക്കുന്നു എന്നല്ല, എന്നെ തന്നെ അവിടെ വരച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നമ്മളുടെ അതിരുകളും നമ്മളുടെ സാഹചര്യങ്ങളും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ എല്ലാം ഉണ്ട്. നമ്മൾ 1 യോഹന്നാൻ 4:19 അവസാനം വായിച്ച്, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെയും മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് ഒക്കുന്നത്. ക്രിസ്തു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ ആർക്കു വേണ്ടിയാണ് ജീവിക്കണ്ടേ? നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കണം. അവിടെ 2 കൊരിന്ത്യർ 5:14 കൂടെ വായിച്ചാൽ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. 2 കൊരിന്ത്യർ 5:14 2 കൊരിന്ത്യർ 5:14 എന്താ വായിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. എല്ലാവർക്കും വേണ്ടി ആര് മരിച്ചു? യേശു മരിച്ചിരിക്കുക. എല്ലാവരും മരിച്ചു, എല്ലാവരും ക്രിസ്തുവിൽ മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശു എനിക്കായിട്ട് മരിച്ചു എങ്കിൽ ഞാനിനി ജീവിക്കുന്നത് എനിക്കായിട്ടല്ല, എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റായ എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അതിനായിട്ട് എന്നെ നിർബന്ധിക്കുന്നു. അവൻ എന്നെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അവൻ ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ബലഹീനനായിരുന്നപ്പോൾ, ഞാൻ ശത്രുവായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ കർത്താവേ എൻ്റെ വേരൂടുവാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ ആ സ്നേഹത്താൽ, അതുപോലെയുള്ള ആ അഗപ്പേ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൽ നമ്മൾ ആഴത്തിൽ വേരൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭദ്രതയും വലിയൊരു സമാധാനവും വലിയൊരു സെക്യൂരിറ്റി, വലിയൊരു സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാവും. എന്ത് വന്നാലും കുലുങ്ങിപ്പോകാത്തൊരു വലിയൊരു വിശ്വാസവും ആശ്രയബോധവും ഉണ്ടാവും. നമ്മുടെ ജീവിതം വളരെ സന്തോഷഭരിതമായിരിക്കും. കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ വേരൂടുവാൻ ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. എന്നെ രക്ഷിച്ചുന്നതൻ തൻ്റെ കൂടെ എന്നും വസിക്കുവാനായിട്ട് തൻ്റെ മഹൽ ജീവിതം എനിക്കായിട്ട് അങ്ങ് ദാനം ചെയ്തു. ഈ മണ്ണിടമെല്ലാം സൃഷ്ടിച്ചവൻ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സഞ്ചരിച്ചു. എന്നെ എന്നും അവിടെ നിന്ന് നടത്തുന്നത് എത്ര അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ക്രൂശിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ ഞാൻ കാണുന്നു. അവസാനത്തെ സ്റ്റാൻസിൽ, 5-ാമത്തെ സ്റ്റാൻസിൽ നമ്മൾ പാടുന്ന പോലെ ഈ ഭൂമിയിൽ തന്നെ സ്വർഗജീവിതം ആരംഭിച്ചിടുന്നത് ആവിയുടെ പരിശുദ്ധാത്മാവിൻ്റെ വാസവും ജീവസൗരത്തിനും. കർത്താവ് നമ്മളെ അവർ തൻ്റെ ജീവിതം തന്ന്, തൻ്റെ ജീവനെ തന്ന്, അവസാനത്തുള്ള രക്തവും തന്ന് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തെ നമുക്ക് പാടിക്കൊണ്ട് ആ കർത്താവിൻ്റെ ആ സ്നേഹം, നമ്മൾ പാപികളായിരിക്കെ, ബലഹീനരായിരിക്കെ, ശത്രുക്കളായിരിക്കും നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്താൽ എന്നെ ഉറക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ കർത്താവ് നമുക്ക് കാണിച്ച ആ സ്നേഹത്തോടുള്ള നന്ദിയോടെ നമുക്ക് നമ്മുടെ മധ്യത്തിലുള്ള കർത്താവിനെ നോക്കിക്കൂടെ നമുക്ക് പാടാം. ദാനം ചെയ്തിടാ എന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും പാർക്കുവാൻ തന്റെ മകൾ ജീവിതം ദാനം ചെയ്തിടാ. മണ്ണിടം ചമച്ചവൻ, മണ്ണിടെ ചരിച്ചവൻ, എന്നെ എന്നും നടത്തുന്നതെന്നൊരത്ഭുതം. മണ്ണിടം ചമച്ചവൻ, മണ്ണിടെ ചരിച്ചവൻ,
എന്നെ എന്നും നടത്തുന്ന എന്തൊരത്ഭുതം. എന്നെ കുരിശിൽ കാണുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത, എന്നെ രക്ഷയായതിൽ ആനന്ദിച്ചു. എന്റെ കുരിശിൽ കാണുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത, എന്നെ രക്ഷയായതിൽ നിവർത്തിച്ചു. ബന്ധനസ്ഥം ചെയ്തുതാൻ അന്ത്യമായ യാചന സാന്ത്വന ജീവിതത്തെ ബന്ധമായി നൽകി. ബന്ധനസ്ഥം ചെയ്തുതാൻ അന്ത്യമായ യാചന സാന്ത്വന ജീവിതത്തെ ബന്ധമായി നൽകി. എന്നെ രക്ഷിച്ചുന്നതിൻ തൻ കൂടെന്നും പാടുവാൻ തൻ്റെ മകൾ ജീവിതം ദാനം ചെയ്തിതാ. എന്റെ രക്ഷാദാനമേ എന്നുമുള്ള ശ്വാസമേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നോടെ കൃപ. മന്നീടക്ഷാദാനമേ എന്നുമുള്ള ശ്വാസമേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നോടെ കൃപ. മന്നീടത്തിൽ ക്രൂശിൽ നിന്നുയർന്നുയർന്നു ഉന്നതമാം സ്വർഗത്തിൽ വാസവും നൽകി. മന്നീടത്തിൽ ക്രൂശിൽ നിന്നുയർന്നുയർന്നു ഉന്നതമാം സ്വർഗത്തിൽ വാസവും നൽകി. എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാടുവാൻ തന്റെ മകൾ ജീവിതം ദാനം ചെയ്തിതാ. ഏതും ഭീതി എന്നിയെ താതനോടു കൂടെ മോദമായി ജീവിക്കുന്നു തന്റെ ആവിയാ. ഏതും ഭീതി എന്നിയെ താതനോടു കൂടെ മോദമായി ജീവിക്കുന്നു തന്റെ ആവിയാ. ഏതനർത്ഥം കഷ്ടങ്ങൾ സാധുവിനുണ്ടായെന്നാൽ ആധിയുടെ നീക്കിടും രാജരാജൻ ഏതനർത്ഥം കഷ്ടങ്ങൾ സാധുവിനുണ്ടായെന്നാൽ ആധിയുടെ നീക്കിടും രാജരാജൻ എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാടുവാൻ തന്റെ മകൾ ജീവിതം ദാനം ചെയ്തിതാ. ഭൂവിൽ സ്വർഗ ജീവിതം ആരംഭിച്ചിടുന്നില്ല. ആവിയുടെ വാസമോ ജീവസൗരഭ്യം. ഭൂവിൽ സ്വർഗ ജീവിതം ആരംഭിച്ചിടുന്നില്ല. ആവിയുടെ വാസമോ ജീവസൗരഭ്യം. നീതി സമാധാനവും ആത്മസന്തോഷവും സ്വർഗരാജ്യം ഭൂവതിൽ പിന്നെ സ്വർഗവും. നീതി സമാധാനവും ആത്മസന്തോഷവും സ്വർഗരാജ്യം ഭൂവതിൽ പിന്നെ സ്വർഗവും. എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാടുവാൻ തന്റെ മകൾ ജീവിതം ദാനം ചെയ്തിതാ. എനിക്ക് അവിടുത്തെ സ്വന്തം ജീവിതം, ആ മഹൽ ജീവിതം ഞങ്ങൾക്കായിട്ട് ദാനം ചെയ്തതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ ഒരു നരക ജീവിതം ജീവിക്കുവാനല്ലോ, ആ സ്വർഗീയ ജീവിതം തന്നെ ജീവിക്കാനായിട്ട് അവിടുത്തെ ആ മഹൽ ജീവിതം യേശു കർത്താവ് ഈ ഭൂമിയിൽ 33 വർഷക്കാലം പിതാവിൻ്റെ ആ ജീവൻ
ആ ലൈഫ് കർത്താവെ, ആ ഫുൾനെസ് ഓഫ് ലൈഫ്, സമൃദ്ധമായ ജീവൻ അവിടുന്ന് ജീവിച്ച് കാണിച്ച ആ ജീവിതം, ആ ജീവൻ ഞങ്ങൾക്ക് ദാനം ചെയ്ത കർത്താവെ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ മരണത്താൽ ഞങ്ങൾക്ക് നിരപ്പ് വന്നുവെങ്കിൽ അവിടുത്തെ ജീവനാൽ ഞങ്ങൾക്ക് എത്രയധികം ഞങ്ങൾ രക്ഷിക്കപ്പെടും. അതെ കർത്താവെ, അവിടുത്തെ ജീവനാൽ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നീതി, സമാധാനവും ആത്മസന്തോഷവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യം അനുഭവിച്ചിട്ട് പിന്നെയും നിത്യതയോളം ആ സ്വർഗത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ വിളിച്ച ആ സ്നേഹം. അതെ കർത്താവെ, ഞങ്ങൾ ശത്രുക്കളായിരുന്നു, ഞങ്ങൾ ദുഷ്പ്രവർത്തിക്കാരായിരുന്നു, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു കർത്താവെ. അതെ കർത്താവെ, ദൈവത്തെ അന്വേഷിക്കാനുള്ള ഹൃദയമില്ലാതെ കർത്താവെ, അങ്ങനെ കർത്താവെ സ്വന്തം ഇഷ്ടപ്രകാരം പോയ ആ വഴിയിൽ ആ കാണാതെ പോയ കുഞ്ഞാടിനെ തേടി വന്ന ആ സ്നേഹം, ആ കുഞ്ഞാടിനെ തോളത്ത് വെച്ച അഭിമാനത്തോടെ ഇടയൻ 99 ഇടയ്ക്കിലേക്ക് വരുന്നത് പോലെ എങ്ങനെങ്കിലുമൊക്കെ നീ തെറ്റിപ്പോയല്ലോ, ഇനിയിപ്പം കുറച്ച് അടിയിടിയൊക്കെ കൊടുത്ത് അതിനെ എങ്ങനെയെങ്കിലും കൂട്ടിപ്പായിച്ചുകൊണ്ടല്ല 99 അടുക്കിലേക്ക് വരുന്നത്, മറിച്ച് തോളത്ത് വെച്ച് അഭിമാനത്തോടെ ഇതാ എൻ്റെ കാണാതെ പോയി എൻ്റെ കുഞ്ഞാട് ഇതാണെന്ന് പറഞ്ഞ് ആ ഇടയൻ അഭിമാനത്തോടെ വലിയ സന്തോഷത്തോടെ 99 ചേർക്കുന്ന ആ ഇടയൻ്റെ സ്നേഹം. അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ആ കുഞ്ഞാടിൻ്റെ കണ്ണപ്പോൾ ആ ഇടയൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇത്രയധികം എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ, മരണം പാർത്തിരിക്കുകയായിരുന്നു. മുൾക്കുരുക്കിനിടയിൽ ചെന്നായുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഇടയൻ വലിഞ്ഞു കയറി ആ മുൾക്കുരുക്കിനിടയിൽ ആ ഇടയൻ്റെ വസ്ത്രമൊക്കെ മുള്ളിൽ കുരുങ്ങി കാണും. ഇടയൻ്റെ ദേഹമൊക്കെ ആ മുള്ളിനാൽ ഒത്തിരി മുറിവേറ്റ് ചോര വാർന്നൊഴുകി. അങ്ങനെയും ഈ ആടിനെ വീണ്ടെടുത്ത് കുരിശിന് മുൾക്കിരീടവും കുടുംബജാല പോലെ പുറമുഴുതപ്പെട്ട് അതിലെല്ലാം ഉപരി ആ ശാരീരിക ഗതയ്ക്കെല്ലാം ഉപരിയായിട്ട് പിതാവിനാൽ കൈവിടപ്പെട്ട ആ നിത്യമായിട്ടുള്ള നരകയാതന, നിത്യമായിട്ട് ഞാൻ സഹിക്കേണ്ടതായിട്ടുള്ള ആ നരകം, നിത്യതയോളം യുഗാന്തരങ്ങളോളം ഞാൻ സഹിക്കേണ്ടതായിട്ടുള്ള ആ നരകം യേശു കർത്താവ്, നിത്യനായ കർത്താവ് 3 നാഴികനേരം കൊണ്ട് ആ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട്, നിന്ദിതനായിട്ട്, അപമാനിതനായിട്ട് കർത്താവെ ഈ കുഞ്ഞാടിനെ വീണ്ടെടുക്കാനായിട്ട് ദേഹമാസകലം മുള്ള എല്ലാം കോരി ചോരയെല്ലാം വാർന്നൊഴുകിയിട്ട് ആ കുഞ്ഞാടിനെ എടുത്ത് തോളത്ത് വെച്ച് അഭിമാനത്തോടെ 99 ചേർക്കുന്നതായിട്ട് എൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി. ഞങ്ങളെ വിട്ടിയെടുത്ത ആ ഖനിഗർഭത്തിലേക്ക് കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂടെ തിരിഞ്ഞു നോക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും സഹായമായില്ലാതെ പാലം വലഞ്ഞിടുന്ന വേളയിൽ എന്നോട് വന്ന യേശുവിൻ്റെ സ്നേഹത്തെ എപ്പോഴും ഓർക്കുവാൻ, ഞങ്ങളുടെ പൂർവ്വകാല പാപങ്ങളെ തന്നെ ഓർക്കാനല്ല, ആ പാപങ്ങളുടെ ശുദ്ധീകരണം ഓർക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ സ്നേഹത്തെ ഓർക്കുവാൻ, ഞങ്ങൾ ഏതൊരു അവസ്ഥയിലായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു. കർത്താവെ ആ സ്നേഹം അറിഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ നീതിയും വീഴവും ആഴവും വീഴൊക്കെ അറിഞ്ഞുകൊണ്ട് കർത്താവ് ആ സ്നേഹത്തെ നിറയപ്പെട്ട്, ആ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞ് മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, കർത്താവെ എല്ലാവരോടും ക്ഷമിക്കാൻ, ഞങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് അഗൻസ്റ്റായിട്ട് ചെയ്ത്, ദൈവത്തിനെതിരായിട്ട് ചെയ്ത പാപത്തിനെ ഗൗരവം എടുക്കുമ്പോൾ കർത്താവെ, ഏതൊരു മനുഷ്യൻ ഞങ്ങൾക്കെതിരായിട്ട് ഒന്നും ആവുന്നില്ലല്ലോ കർത്താവെ. ആ കർത്താവെ, അത്രയധികം അവിടുന്ന് ഞങ്ങളോട് ഇളച്ചു തന്നു, ക്ഷമിച്ചു. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുവാനും, തിന്മയെ നന്മ ചെയ്യുവാനും, ശപിക്കുന്നതിനെ അനുഗ്രഹിക്കുവാനും, ഉപദ്രവിക്കുന്നതിനെ പ്രാർത്ഥിക്കുവാനും, ആ ശത്രുക്കളെ സ്നേഹിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചുറ്റും ഇന്ന് അനേകരും ബലഹീനരും പാപികളും ശത്രുക്കളൊക്കെ ആയിട്ടായിരിക്കുമ്പോൾ അവരെയും കർത്താവെ ചേർത്ത് കൊള്ളുവാൻ, അവരെയും ഈടനെ പോലെ അവരെയും കർത്താവെ ഉൾക്കൊള്ളുവാനും, സ്നേഹിക്കുവാനും, നന്മ ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ആ യേശുവിൻ്റെ മഹൽ ജീവിതം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഈ ഒരു ഭൂമിയിലെ ഈ ജീവിതം കർത്താവെ ഇനി എത്ര നാളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അവിടുത്തെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ഈ കുറച്ച് നാളുകളുള്ള ഈ സമയത്ത് കർത്താവ് ഇനി ഞങ്ങൾക്ക് വേണ്ടി ഇനിയും ജീവിച്ചു കൊണ്ടിരിക്കാതെ കർത്താവെ പൂർണ്ണമായിട്ട് അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം അവിടുത്തെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞങ്ങളെ വായിച്ചതുപോലെ
ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ സ്നേഹത്തിൽ ഒന്ന് നിറച്ച് ആ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കട്ടെ കർത്താവേ. ഇപ്പോഴും അവിടത്തേക്കായിട്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളുടെ ചിന്തകളിലാവട്ടെ, ഞങ്ങളുടെ വികാരങ്ങളിലോ ഞങ്ങളുടെ തീരുമാനങ്ങളിലോ ഒക്കെ കർത്താവേ ആ സ്നേഹത്താൽ നിയന്ത്രിതമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവേ ഓരോ സമയവും അവിടത്തേക്കായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അതെ കർത്താവേ, അവിടുന്ന് നോക്കിയതുപോലെ നോക്കുവാനും അവിടുന്ന് സംസാരിച്ചതുപോലെ സംസാരിക്കുവാനും അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. എല്ലായിടത്തും അവിടുന്ന് മാതൃകയാവുവാനും അവിടുന്ന് ദാനം ചെയ്ത ആ മഹൽ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ജീവിത സമൃദ്ധി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നു. അതേ ആദ്യം അവിടുന്ന് സ്നേഹിച്ചതിന് ആഴം കർത്താവേ ഓരോ ദിവസവും ഇനിയും അധികം ആഴത്തിലേക്ക് ആ സ്നേഹം മനസ്സിലാക്കുവാനും അങ്ങനെ അധികം അങ്ങയെ സ്നേഹിപ്പാനും പരസ്പരം അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാനും അങ്ങനെ സ്നേഹത്തിലേക്ക് ഭവിച്ച് അവിടുത്തെ ശരീരമാകുന്ന സമയമായിട്ട് പണിയപ്പെടുവാൻ ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെ ആ സ്നേഹത്താൽ നിറച്ചിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെല്ലാ ശൂന്യതയും നിറയ്ക്കുന്ന ആ സ്നേഹമായിട്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണം. എല്ലാ ഭയവും എല്ലാ അസ്വസ്ഥതകളും അസൂയയും എല്ലാ പരാതിയും വെറുപ്പും എല്ലാം നീക്കിക്കളയുന്ന ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലൊന്ന് നിറയട്ടെ. അതേ കർത്താവേ, നന്ദി യേശുവിനെ പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ. ആമേൻ.